പ്രവചനങ്ങൾക്കൊന്നും അങ്ങനെ വഴങ്ങാത്ത മണ്ഡലത്തിലേക്കാണ് ഇനി നമ്മളുടെ യാത്ര. മണ്ഡല പരിചയം ഈ സെഗ്മെന്റിൽ. ഏത് മണ്ഡലമാണ് ഇന്നത്തെ മണ്ഡല പരിചയപ്പെടുത്തുന്നത് നോക്കാം. 2 സിറ്റിംഗ് എംപിമാർ തമ്മിലുള്ള അത്യപൂർവ അംഗമാണ് കോഴിക്കോട് നടക്കുന്നത്. 4ാം അംഗത്തിനിറങ്ങുന്ന MK രാഘവൻ MP നേരിടുന്നത് ഉപരിസഭയിലെ, അതായത് രാജ്യസഭയിലെ അംഗമായ എളമരം കരീമാണ്. കോൺഗ്രസിന്റെ സൗമ്യമുഖമായി അറിയപ്പെടുന്നയാളാണ് MK രാഘവൻ. CPM-ന്റെ ഏറ്റവും വിശ്വസ്തനായി അറിയപ്പെടുന്ന നേതാവാണ് എളമരം കരീം. രണ്ടുപേരെയും നേരിടാൻ നീണ്ട പൊതുപ്രവർത്തന പരിചയമുള്ള MT രമേശും നിലയുറപ്പിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് ഏറ്റവും പ്രവചനാതീതമായ മണ്ഡലങ്ങളിൽ ഒന്നായി കോഴിക്കോട് ഇതിനോടകം മാറിക്കഴിഞ്ഞു. കോഴിക്കോട് എന്നാൽ ചാഞ്ചാട്ടമായിരുന്നു അടുത്ത കാലം വരെ. കെ മുരളീധരൻ EK ഇമ്പിച്ചി ബാബയോടും MP വീരേന്ദ്രകുമാറിനോടും തോൽക്കും. അതേ വീരേന്ദ്രകുമാർ കെ മുരളീധരനെ തോൽപ്പിക്കും. ഒരു മുന്നണിക്കും കുത്തക അവകാശപ്പെടാൻ കഴിയാതിരുന്ന മണ്ഡലത്തിന്റെ ചരിത്രം തിരുത്തിയത് MK രാഘവനാണ്. 2009 പുനർനിർണയത്തോടെയാണ് മണ്ഡലത്തിന്റെ ചിത്രം മാറിയത്. UDF-ന് സ്വാധീനമുണ്ടായിരുന്ന വയനാട്ടിലെ മണ്ഡലങ്ങൾക്ക് പകരം LDF-ന് സ്വാധീനമുള്ള കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ, കുന്നമംഗലം നിയമസഭാ മണ്ഡലങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നിലവിലെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. ഇതിൽ കൊടുവള്ളി ഒഴികെയുള്ള 6 മണ്ഡലങ്ങളും LDF-നൊപ്പമാണ്. 1957-ൽ കോൺഗ്രസിലെ KP കുട്ടിക്കൃഷ്ണൻ നായരായിരുന്നു വിജയ്. കേരള രൂപീകരണത്തിന് ശേഷം 1962-ൽ മുസ്ലിം ലീഗിലെ CH മുഹമ്മദ് കോയ, 1967-ലും 71-ലും ലീഗിലെ തന്നെ ഇബ്രാഹിം സുലൈമാൻ സെയ്ദ്, 1977-ൽ കോൺഗ്രസിലെ VA സെയ്ദ് മുഹമ്മദ്, 1980-ൽ CPI-ലെ EK ഇമ്പിച്ചി ബാവ, 84-ൽ കോൺഗ്രസിലെ KG അടിയോടി സീറ്റ് തിരിച്ചുപിടിച്ചു. മണ്ഡലം പുനർനിർണയിച്ച ശേഷം 2009-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയിലായിരുന്നു ഇടതുമുന്നണി. എന്നാൽ കണ്ണൂരിൽ നിന്നെത്തിയ MK രാഘവൻ ആ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. കോഴിക്കോട്ടുകാരനായ PA മുഹമ്മദ് റിയാസിനെ 838 വോട്ടിന് പിന്നിലാക്കി. 2011-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൗത്ത്, കൊടുവള്ളി ഒഴികെയുള്ള 5 മണ്ഡലങ്ങളിലും LDF-നായിരുന്നു ജയം. മണ്ഡലം തിരിച്ചുപിടിക്കാൻ ചുമതലപ്പെടുത്തിയത് മുതിർന്ന നേതാവ് A വിജയരാഘവനെ. എന്നാൽ 2009-ൽ കഷ്ടിച്ച് ജയിച്ച MK രാഘവൻ 2014-ൽ ഭൂരിപക്ഷം ഉയർത്തി. 838-ൽ നിന്ന് 16,883. 2019-ൽ ഹാട്രിക് ലക്ഷ്യമിട്ടിറങ്ങിയ MK രാഘവനെ തളയ്ക്കാൻ ജനകീയനായ A പ്രദീപ് കുമാറിനെയാണ് CPIM ചുമതലപ്പെടുത്തിയത്. 85,225 വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തോടെ MK രാഘവൻ ഹാട്രിക് സ്വന്തമാക്കി. ഇത്തവണ നല്ല കംഫർട്ടബിൾ മെജോറിറ്റിക്ക് ജയിക്കും, ഒരു സംശയമില്ല. ജനങ്ങളുടെ റെസ്പോൺസ് അങ്ങനെയാണ്, വളരെ അനുകൂലമായിട്ടുള്ള റെസ്പോൺസാണ് എല്ലാ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്ടെ ജനങ്ങളുടെ അവരുടെ മനസ്സാണ് പ്രധാനം. ഞാൻ മുഴുവൻ സമയം MP ആണ്. നാടിനും ജനങ്ങളുടെ എല്ലാ ജീവൽ പ്രശ്നങ്ങളും ഞാൻ കൂടെ നിൽക്കാറുണ്ട്. ജനങ്ങൾക്ക് എന്നിൽ വിശ്വാസമാണ്, എനിക്ക് അവരിൽ വിശ്വാസമാണ്. MLA, മന്ത്രി, തൊഴിലാളി യൂണിയൻ നേതാവ് തുടങ്ങിയ മേഖലകളിൽ തിളങ്ങിയ എളമരം കരീം ഇത്തവണ പ്രതീക്ഷയിലാണ്. ജനങ്ങൾ ഈ മണ്ഡലത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. രാഷ്ട്രീയമായി ഇന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ എതിർക്കാൻ കോൺഗ്രസ് ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്ന് എല്ലാവർക്കും അഭിപ്രായമാണ്. കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കാൻ കോൺഗ്രസ് വിമുഖത കാണിക്കുന്നു. ആ നിലയിലും സംസ്ഥാന താൽപ്പര്യം ഉയർത്തിപ്പിടിക്കാനും രാജ്യവിരുദ്ധ രാഷ്ട്രീയ നയങ്ങൾ എതിർക്കാനും ഇടതുപക്ഷത്തിനാണ് കെൽപ്പ് എന്നാണ് ഒരു പൊതുബോധം. അതാണ് വിജയപ്രതീക്ഷ. NDAയും പ്രചാരണത്തിൽ മുന്നിലുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശിന്റെ ആദ്യഘട്ട പര്യടനം പൂർത്തിയായി. കഴിഞ്ഞ 10 വർഷക്കാലം കോഴിക്കോടിനുണ്ടായിട്ടുള്ള എല്ലാ നേട്ടങ്ങളുടെയും പുറകിൽ ശ്രീ നരേന്ദ്രമോദിയുടെ കയ്യൊപ്പ് ചാർത്തിയതാണ് എന്ന് കോഴിക്കോട്ടെ ജനങ്ങൾക്ക് മുഴുവനും അറിയാം. ഞങ്ങൾ ഓരോ വോട്ടർമാരെ കാണുന്ന സമയത്തും ഈ കാര്യം പറയുന്ന സമയത്ത് അതിനെക്കുറിച്ചെല്ലാം അവർക്ക് ബോധ്യമുണ്ട്. ഇനിയും കോഴിക്കോട് എന്തെങ്കിലും വികസനം ഉണ്ടാവണമെങ്കിൽ അത് നരേന്ദ്രമോദി വിചാരിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന വിശ്വാസം കോഴിക്കോട്ടെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ജനം നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 35% ന്യൂനപക്ഷ വോട്ടർമാരുള്ള മണ്ഡലത്തിൽ പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെ ചർച്ചയാക്കി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. 2 പതിറ്റാണ്ടായി നിയമസഭയിലേക്ക് ഒരു കോൺഗ്രസ്സുകാരൻ പോലും ജയിച്ചിട്ടില്ലാത്ത കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നാണ് ഹാട്രിക് വിജയത്തിന്റെ മികവിൽ രാഘവൻ 4ാം അംഗത്തിന് ഇറങ്ങിയിരിക്കുന്നത്. തളക്കാൻ ഇടതുമുന്നണി എല്ലാ അടവുകളും പയറ്റുമ്പോൾ കാറ്റ് മാറി വീശുമോ എന്ന് കാത്തിരുന്ന് കാണണം.
കോഴിക്കോട് നിന്ന് രാജേഷ് വെള്ളരിക്കൊണ്ടിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. അപ്പൊ കോഴിക്കോടും ഈ പറയുന്നത് പോലെ ഒരു ത്രികോണ മത്സരമുണ്ട്. അതെ അതെ അതെ, ഏതാണ്ട് അരിയിൽ തന്നെയാണ് അല്ലേ? 3 പേര് ശക്തന്മാരാണ്, കരുത്തരായ 3 സ്ഥാനാർത്ഥികൾ. തീർച്ചയായിട്ടും.